ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സൈലം ലേണി. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെ നിങ്ങൾ മാത്തമാറ്റിക്സിന്റെ എക്സാം എഴുതാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സിന്റെ പ്രഡിക്ഷൻ ആണ്. അതായത് 2025 മോഡൽ എക്സാമിന് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കാണാൻ സാധ്യതയുള്ള ഒരു കൂട്ടം ചോദ്യങ്ങളാണ് ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരു പക്ഷേ ഈ വീഡിയോ എയറിലാവാം, പറയാൻ പറ്റില്ല. ഇതൊരു പ്രഡിക്ഷൻ മാത്രമാണ്. ഇതൊരു ഡിസ്ക്ലൈമർ ആയിട്ട് പറയുകയാണ്. ഇത് ചോദ്യ പേപ്പർ ചോർത്തിയിട്ട് പറയുന്ന കാര്യമല്ല. മുൻകാല വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകൾ അനലൈസ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും സ്ക്രീൻഷോട്ട് എടുത്ത് ഒരു പറ്റം ചോദ്യങ്ങളാണ്. സോ വീഡിയോ മുഴുവനും കാണുക. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മാരത്തോണിലേക്ക് എല്ലാ കുട്ടികളും വരിക. അവിടെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. ആ ഒരൊറ്റ ലൈവിലൂടെ നിങ്ങൾക്ക് അത്രയധികം കോൺഫിഡൻസോടുകൂടി നാളത്തെ എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ പബ്ലിക് എക്സാം വരെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ കിടക്കുകയാണ്. സോ ഹബീബി കം ടു സൈലം. ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം 100% ഉറപ്പ് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ എല്ലാ ചോദ്യവും 99.9% കേട്ടോ. 100% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മൾ കണ്ടാൽ മാത്രമേ നമുക്ക് 100% എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 100% എന്ന് പറയുന്നില്ല, ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. ഈ രീതിയിലൊരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അതിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഹൗ മെനി ടാൻജൻസ് ക്യാൻ ബി ഡ്രോൺ ടു ദി സർക്കിൾ ഫ്രം ദിസ് പോയിന്റ്. അതായത് ഒരു അളവ് തരും. 2.5 സെൻറ്റിമീറ്റർ പകരം നിങ്ങൾക്ക് തരുന്നത് ചിലപ്പോൾ 3 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 3.5 സെൻറ്റിമീറ്റർ ആയിരിക്കാം. 6 സെൻറ്റിമീറ്റർ പകരം നിങ്ങൾക്ക് തരുന്നത് 7 സെൻറ്റിമീറ്ററോ 7.5 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 6.5 സെൻറ്റിമീറ്റർ ആയിരിക്കാം. ബാക്കിയെല്ലാം സെയിം പാറ്റേൺ ആയിരിക്കും. ഈ രീതിയിലൊരു ചോദ്യം വരികയാണെങ്കിൽ നമ്മൾ സാധാരണ പോലെ സർക്കിൾ വരയ്ക്കുകയാണ്. ആ സർക്കിൾ വരച്ചതിന് ശേഷം 2.5 സെൻറ്റിമീറ്റർ റേഡിയസ് നമ്മൾ വരക്കുന്നു. ശേഷം 6 സെൻറ്റിമീറ്റർ, അതായത് ഇത് 2.5 മൊത്തത്തിൽ 6 സെൻറ്റിമീറ്റർ. എന്നിട്ട് നമ്മൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇതിനെ കറക്റ്റ് മിഡ് പോയിന്റ് നമ്മളിങ്ങനെ ആർക്കുകൾ വരച്ചിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുക. ഒരു സെക്കൻഡ് സർക്കിൾ വരയ്ക്കുക, ജോയിൻ ചെയ്യിപ്പിക്കുക. ഇതാണ്. സോ ഈ രീതിയിൽ ചിത്രം വരയ്ക്കാൻ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത്രയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ചോദ്യമാണ് ഈ കാണുന്നത്. സ്റ്റാർ ഇട്ട് വെച്ചോളൂ. ഈ രീതിയിൽ ഒരു 3 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾക്ക് വരും. സോ രണ്ടാമതായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ട 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവര കണക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഇതുപോലെ ടേബിൾ തന്നുകൊണ്ടൊരു ചോദ്യമാണ്. അതിൽ മിക്കവാറും ആദ്യത്തെ ചോദ്യം ഈ ഇതായിരിക്കും. മധ്യമ പ്രായമായി എത്രാമത്തെ കുട്ടിയുടേതായിരിക്കും എടുക്കുന്നത്, അല്ലെങ്കിൽ സാങ്കല്പിക മധ്യമം എത്ര, അസ്യൂംഡ് മീഡിയൻ. ആ രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. സാങ്കല്പിക മധ്യമം എത്ര എന്നുള്ള രീതിയിലൊരു ചോദ്യമായിരിക്കും. സോ ഈ രീതിയിലുള്ള ചോദ്യം നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ 2025 മോഡൽ എക്സാമിന് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് മിക്കവാറും ലാസ്റ്റത്തെ സെഷനിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത ഏറെയാണ്. സോ മിസ്സാക്കരുത്. ഇനി ഇതൊന്നും അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈവിലേക്ക് വരിക. അവിടെ വൃത്തിയിൽ നമ്മൾ എന്താക്കുന്നുണ്ട്, ഓരോ ചോദ്യവും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ആൻസറും കൂടി പഠിച്ചിട്ട് വേണം നിങ്ങൾക്ക് പോകാൻ. ഇതൊരു കുഞ്ഞു വീഡിയോ ആയതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ അയച്ചു കൊടുക്കണം. ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു എന്ന് 100% നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. സോ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് പോളിനോമിയൽസ് അഥവാ ബഹുപദങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 4 മാർക്കിൻ്റെ ഒരു ചോദ്യം ഈ രീതിയിലാണ്. ഈ രീതിയിൽ അല്ലെങ്കിൽ സാധാരണ പോലെ ഒരു പോളിനോമിയൽ തന്നുകൊണ്ട് ഇതുപോലെ ഏതെങ്കിലും ഒന്ന് കണ്ടുകൊണ്ട് ഈ കാണുന്ന ചോദ്യം ചോദിക്കും. P(x - P(2) പകരം സാധാരണ രീതിയിൽ ഒരു പോളിനോമിയൽ തന്നുകൊണ്ട് ഏതെങ്കിലും ഒരു P(2) കാണാൻ പറയുക. എന്നിട്ട് ഇതിനെ പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി അല്ലെങ്കിൽ സൊല്യൂഷൻ, ആ രീതിയിലൊരു 4 മാർക്കിൻ്റെ ചോദ്യം അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾ പ്രതീക്ഷിച്ചോ. ചാപ്റ്റർ നമ്പർ 10 പോളിനോമിയൽസ് അഥവാ ബഹുപദങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ രീതിയിൽ, ഇതും ഏകദേശം 100% എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ചേഞ്ച് ഉണ്ടാവുക. സ്കൂൾ എന്ന് പറയുന്നതിന് പകരം ചിലപ്പം സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്നൊക്കെ ആയിരിക്കാം. 10A 10B ക്ലാസ്സിന് പകരം ചിലപ്പം 25 ബോയ്സ് 20 ഗേൾസിന് പകരം ചിലപ്പോൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ആയിരിക്കാം. ചിലപ്പോൾ ഒരു പാത്രത്തിൽ ഇത്ര സ്ലിപ്പുകളുണ്ട്, നമ്പറുകളുണ്ട്, അതിൽ നിന്നും ഓരോ ഇത് എടുക്കുകയാണെങ്കിൽ, അഥവാ പെയർ അഥവാ ജോഡികൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും 100% എന്ന് പറയുന്നില്ല, 99.9% നിങ്ങൾക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. സ്റ്റാർ ഇട്ട് വെച്ചോ. പഠിച്ചിട്ടില്ല എങ്കിൽ പഠിച്ചിട്ട് പോയിക്കോ. ഇനി പഠിക്കാത്ത ആളുകൾക്ക് ഇന്ന് വാ, ലൈവിൽ ഞങ്ങൾ പറഞ്ഞുതരാം എങ്ങനെ ഇത് എഴുതണം എന്നുള്ളത്. ഈ കാണുന്ന ആ 3 ചോദ്യങ്ങളല്ല ഞാൻ പറയുന്നത്, ഇതിലേക്ക് ഒരു 3 ചോദ്യങ്ങളും ആഡ് ചെയ്യും. ആ കാണുന്ന ടോട്ടൽ 6 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം 2 പെൺകുട്ടികൾ അഥവാ 2 ഗേൾസ് എന്നാണ്. ചിലപ്പോൾ ഇതേ ചോദ്യം നിങ്ങൾക്ക് 2 ആൺകുട്ടികൾ, അതും ഇവിടെ ഉണ്ട്. ചിലപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക ചിലപ്പോൾ എന്തായിരിക്കുമല്ലോ, എത്ര ജോഡികൾ സാധ്യമാണ്, എത്ര ടോട്ടൽ പെയേഴ്സ് എത്ര സാധ്യമാണുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒരു ചോദ്യം അത്, രണ്ടാമത്തെ ചോദ്യം ഇത്, മൂന്നാമത്തെ ചോദ്യം ഇത്. അത് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അടുത്തത് അറ്റ്ലീസ്റ്റ് 1 ഗേൾ, അല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു പെൺകുട്ടിയെങ്കിലും.
അത് കഴിഞ്ഞിട്ട് ചുരുങ്ങിയത് ഒരു ആൺകുട്ടിയെങ്കിലും. അങ്ങനെ 6 ചോദ്യങ്ങളിൽ നിന്നും ഏതെങ്കിലും 3 ചോദ്യമായിരിക്കും നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരിക. അതും നമ്മൾ ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ കാണണം കേട്ടോ, കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ സമാധാനത്തിലിരിക്കുക. അറിയാത്ത ആളുകൾ നിർബന്ധമായിട്ട് ക്ലാസ്സുകളിൽ വന്നുകൊണ്ട് കാണണം. അറിയുന്ന കുട്ടികളും ക്ലാസ്സിൽ വന്നുകൊണ്ട് കാണണം, കാരണം അതൊരു റിവിഷനും കൂടിയാണ്. അടുത്തൊരു ചോദ്യം, ഇത് എൻ്റെ മനസ്സിൽ നിന്ന് മറ്റേതൊക്കെ നമുക്ക് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത മോഡലാണെങ്കിൽ പോലും ഈ കാണുന്ന ചോദ്യം ഒരുപാട് തവണ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവസാന വർഷങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ വെച്ചുകൊണ്ട് ചോദ്യം, കീഴ്ക്കോൺ വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. രണ്ട് വർഷമായിട്ട് ഈ ചോദ്യം വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുകയാണ് ഈ ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കുട്ടി തൊട്ട് മുന്നിലുള്ള മരത്തിൻ്റെ മുകൾ ഭാഗം 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലവേഷനിൽ കാണുന്നു. ശേഷം 30 ഡിഗ്രി ആംഗിൾ ഓഫ് എലവേഷൻ അഥവാ മേൽക്കോളിൽ തന്നെ കാണുന്നു. ഈ കാണുന്ന ഡിസ്റ്റൻസ് 10 മീറ്റർ ആണ് എങ്കിൽ ഈ കാണുന്ന ഡിസ്റ്റൻസ് ചിലപ്പം പുഴക്കരയിൽ നിൽക്കുന്ന ഒരു കുട്ടി മറുകരയുള്ള മരത്തിൻ്റെ മുകൾ ഭാഗം, ചിലപ്പം തോടിനരികത്ത് നിൽക്കുന്ന കുട്ടി മറുകരയുള്ള മരത്തിൻ്റെ മുകൾ ഭാഗം, എല്ലാം സെയിം ചിത്രമാണ്. ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ടൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്. കുട്ടിയുടെ ഹൈറ്റ് കൂടി തന്നതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ചിത്രം കൂടി വരക്കണം. സോ ഈ ചിത്രം വെച്ചുകൊണ്ടൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഇതിന് ഒരു 75% മാത്രമാണ് സാധ്യത. ഓക്കെ, സോ ചോദ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഉത്തരം നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അതുകൊണ്ട് മിസ്സാക്കരുത് മക്കളെ. ഇതിനും ചാൻസ് കൂടുതലാണ്. സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും കോൺ സെൻട്രൽ ആംഗിൾ വെച്ചുകൊണ്ടൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിച്ചോ? R/L = x/360 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട്, അഥവാ സെൻട്രൽ ആംഗിൾ തന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, ഈ ടോപ്പിക്കിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ചെയ്യാൻ അറിയാൻ നോക്കുക. അടുത്തൊരു ചോദ്യം ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നു മക്കളെ. ഈ 2 ചോദ്യം ഞാൻ ഇവിടെ കാണിക്കും. ആ രണ്ടിൽ ഏതെങ്കിലും ഒരു ചോദ്യം 100% പറയില്ല, 99% വരുന്നതാണ്. അതായത് ഇക്വേഷൻ ഓഫ് എ സർക്കിളിൻ്റെ സമവാക്യം. ഒരു സർക്കിളിൻ്റെ സമവാക്യം കിട്ടണമെങ്കിൽ നിർബന്ധമായിട്ടും ആ സർക്കിളിൻ്റെ സെൻറ്റർ കോർഡിനേറ്റ് അറിയണം. അത് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഈ കാണുന്ന കറക്റ്റ് മിഡ് പോയിന്റ് ആണ്, അഥവാ മധ്യബിന്ദുവാണ്. സോ -3 + 0/2 0 + 4/2 ഇതാണ് അതിൻ്റെ മിഡ് പോയിന്റ് വരിക. സോ -1.5, 2. വ്യാസത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുഴുവൻ നീളമാണ്. ഇത് 3 ആണ്, ഇത് 4 ആണ്. സോ ഈ കാണുന്ന നീളം എന്ന് പറഞ്ഞാൽ 5 ആണ്. വ്യാസത്തിൻ്റെ നീളം 5 ആണ്. അടുത്തത് വൃത്തകേന്ദ്രത്തിൻ്റെ സൂചക സംഖ്യയാണ്. അടുത്തത് സർക്കിളിൻ്റെ സമവാക്യമാണ്. സോ ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ എഴുതാൻ ഒരു പണിയില്ല. x - x1 ഹോൾ സ്ക്വയർ പ്ലസ് y - y1 ഹോൾ സ്ക്വയർ = റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ 5 ആയതുകൊണ്ട് റേഡിയസ് 2.5 ആണ്. 2.5 ഹോൾ സ്ക്വയർ. ഒന്ന് വൃത്തിയിൽ എഴുതുകയാണെങ്കിൽ x + 1.5 ഹോൾ സ്ക്വയർ പ്ലസ് y - 2 ഹോൾ സ്ക്വയർ = 6.25. ഇതാണ് ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇത് എഴുതിയാൽ 5 മാർക്കാണ് ഈ ടോപ്പിക്കിൽ നിന്നൊരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിച്ച മക്കളെ. ഒന്നെങ്കിൽ ചിത്രം ഇങ്ങോട്ടായിരിക്കും തരുന്നത്, അല്ലെങ്കിൽ ചിത്രം ഈ രീതിയിൽ ഇങ്ങോട്ടായിരിക്കും തരുന്നത്. പോസിറ്റീവ് സൈഡിലേക്കായിരിക്കും. ഏതാണെങ്കിലും സിമ്പിളാണ്. ചിലപ്പോൾ ഇത് രണ്ടും തരില്ല, ചിത്രം തരില്ല. പകരം ഒരു സർക്കിളിൻ്റെ എൻഡ് പോയിൻ്റാണ്, ഡയമീറ്ററിൻ്റെ എൻഡ് പോയിൻ്റാണ്. 2 കോർഡിനേറ്റ് തരും, 2 സൂചകസംഖ്യ. എന്നിട്ട് ആദ്യത്തെ ചോദ്യം സെൻറ്റർ കാണാൻ, രണ്ടാമത്തെ ചോദ്യം ഇതിൻ്റെ റേഡിയസ് കാണാൻ, മൂന്നാമത്തെ ചോദ്യം ഇതിൻ്റെ ഇക്വേഷൻ കാണാൻ. അങ്ങനെ 5 മാർക്കിൻ്റെ ചോദ്യം നാളത്തെ ചോദ്യ പേപ്പറിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോ? ഇനി അല്ലെങ്കിൽ പബ്ലിക് എക്സാമിൻ്റെ ചോദ്യ പേപ്പറിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോ? യെസ്, മലയാളം മീഡിയം കുട്ടികൾക്കും ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും ക്വസ്റ്റിനെ പറ്റിയുണ്ട്. ഇനി അതല്ല എങ്കിൽ ചിലപ്പോൾ ഇത് രണ്ടും വരാം. ഇനി ഇതില്ലെങ്കിൽ ഇത് 100% ഉറപ്പാണ്. 100 അല്ല 99. ഓക്കെ, ഒന്നെങ്കിൽ ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ്. ഇതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് സ്ലോപ്പ് കാണാൻ ഒരു ചോദ്യം ഉണ്ടാവും. 99% അല്ലെങ്കിൽ 99.999% സ്ലോപ്പ് അഥവാ ചരിവ് കാണാനൊരു ചോദ്യം ഉണ്ടാവും. 2 പോയിന്റുകൾ തന്നുകൊണ്ടായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. 2,3 ഒരു സ്ട്രെയിറ്റ് ലൈനത്തെ 2 പോയിന്റ്. ഇതിൻ്റെ സ്ലോപ്പ് എത്ര? രണ്ടാമത്തേത് ഈ കാണുന്ന വരയുടെ ഇക്വേഷൻ എന്ത് അഥവാ സമവാക്യം എന്ത്? മൂന്നാമത്തേത് 1,5 ഏതെങ്കിലും ഒരു പോയിന്റ് തന്നുകൊണ്ട് അത് ഈ കാണുന്ന വരയിലെ പോയിന്റ് ആണോ എന്ന് നിങ്ങളോട് ചെക്ക് ചെയ്യാനും ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യനും അതോടൊപ്പം തന്നെ ഈ ക്വസ്റ്റ്യനും വരും. ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും കേട്ടോ. സോ അത്തരത്തിലുള്ള ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ 99.9999% നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അതായിരിക്കും പരീക്ഷയ്ക്ക് വരിക. അതായത് ഒരു റെക്റ്റാങ്കിൾ വരച്ചുകൊണ്ട് ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് സൈഡ് 4 cm ആൻഡ് 3 cm ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു സ്ക്വയർ വരക്കാൻ ഒരു ചോദ്യം ഉണ്ടാവും. സ്ക്വയർ വരക്കാൻ ചിലപ്പോൾ ഇതേ ചോദ്യം ഈ രീതിയിൽ ചിത്രം തന്നുകൊണ്ട് വന്നേക്കാം. അതായത് 15 cm ഏരിയ ഉള്ള സമചതുര സ്ക്വയർ. അപ്പോൾ സ്ക്വയർ വരക്കാൻ പറഞ്ഞാൽ നമുക്കറിയാം ഇത് 5 × 3
PA × PB = PC². ഇത് √15 കിട്ടും. സോ സെയിം ക്വസ്റ്റ്യൻ തന്നെ തിരിച്ചും ചോദ്യം. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരും. ഇനി ഇത് രണ്ടുമല്ല ടഫായിട്ടാണ് വരുന്നതെങ്കിൽ എന്താ പറയുക അറിയോ? √15 അല്ലേ ഇത്. അപ്പോൾ 3√15 പെരിമീറ്റർ അഥവാ ചുറ്റളവുള്ള ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം. അപ്പോൾ നമുക്കറിയാം ഇത് √15 അപ്പോൾ ഇവിടെ ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ ഉണ്ടാക്കിയാൽ ഇതെല്ലാം √15 അപ്പോൾ 3√15 ആയി. ഓക്കെ, ചിലപ്പോൾ അതേ ചോദ്യം ട്രയാങ്കിൾ, ഈക്വലാറ്റർ ട്രയാങ്കിൾ ചിലപ്പോൾ ചോദിക്കാം. ചാൻസ് വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ ചാൻസ് സ്ക്വയറിന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ 2 ചോദ്യം കൂടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ. അങ്ങനെയാണ് നമ്മുടെ പ്രഡിക്ഷൻ പോകുന്നത്. സോ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ചോദ്യ പേപ്പറിൽ കാണാൻ സാധ്യതയുള്ള മുഴുവൻ മോഡൽ ചോദ്യങ്ങളും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് രാത്രിയിലത്തെ ലൈവിലേക്ക് നിങ്ങൾ വരിക. ഓക്കെ, ഇത് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് വരെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീണ്ടും പറയുന്നു, ചോദ്യ പേപ്പർ ചോർത്തിയിട്ടല്ല മക്കളെ ഇതൊന്നും പറയുന്നത്. അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു ഗതികേട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. സോ അതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. നമുക്ക് മീൻസ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക്. ഓക്കെ, സോ എല്ലാവരും ശ്രദ്ധിച്ചോ. അടുത്തൊരു ചോദ്യം, ഇതുപോലെ ഒരു ചിത്രം തന്നുകൊണ്ട്, ഒന്നെങ്കിൽ ഈ ചിത്രമായിരിക്കാം, ഇനി അല്ലെങ്കിൽ ഈ ഒരു ചിത്രമായിരിക്കാം, ഇനി അല്ലെങ്കിൽ ഈ ഒരു ചിത്രമായിരിക്കാം. ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതുപോലെ ഏത് വന്നാലും ഒരു പണിയില്ല. നിങ്ങൾ പഠിച്ച ഷേപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഈ കാണുന്നത് ഹെമിസ്ഫിയർ ആണ്. ഹെമിസ്ഫിയർ, ഇത് കോൺ. അപ്പോൾ രണ്ടിൻ്റെയും വോള്യങ്ങൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി. വോള്യൂം ഓഫ് ഹെമിസ്ഫിയർ പ്ലസ് വോള്യൂം ഓഫ് കോൺ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ലൈവിലേക്ക് വരിക കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ പവർഫുൾ ആണ്. അടുത്തത് ഏകദേശം ഇതേപോലെ തന്നെ, ഒന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇതുപോലെ ചിത്രം തന്നുകൊണ്ട് ഡയഗണൽ വെച്ചുകൊണ്ടൊരു ക്വസ്റ്റ്യൻ. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആവാൻ ചാൻസ് ഉണ്ട്. രണ്ടിൻ്റെയും ഫൈനൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും: ചതുരത്തിൻ്റെ നീളവും വീതിയും കാണുക. വാട്ട് ഈസ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദിസ് റെക്റ്റാങ്കിൾ. പെരിമീറ്റർ അഥവാ ചുറ്റളവും ഏരിയ അഥവാ പരപ്പളവും തന്നുകൊണ്ടൊരു ചോദ്യം വരികയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് പെരിമീറ്ററും ഡയഗണലും തരും, ഏരിയ തരൂല. ചുറ്റളവും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു വികരണവും തരും. അത് രണ്ടും തന്നുകൊണ്ട് ഇതേപോലെ ലെങ്ത്തും ബ്രെഡ്ത്തും കാണാൻ ഒരു ചോദ്യം. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഞാനിവിടെ കാണിച്ചു തന്നു. ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാകും, അത് ഞങ്ങൾ തരുന്ന ഉറപ്പാണ്. സോ മാത്തമാറ്റിക്സിൽ A+ നേടാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ ഹബീബി കം ടു സൈലം. ഇന്ന് രാത്രി ലൈവിൽ നമുക്ക് അടിച്ചു പൊളിക്കാം. വിഷ് ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ ഇത് ഏറ്റവും നല്ല എക്സാം ആയിട്ട് മാറട്ടെ. ബൈ.